السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ ശ്രോതാക്കളെ, ഹജ്ജിനെ കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സർവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം കരുതുക എന്നാണ്. ആദരിക്കപ്പെടുന്നയാളിലേക്ക് കൂടുതൽ കരുതുക, ഇതൊക്കെയാണ് ഹജ്ജ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം. സാങ്കേതികാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയെ കരുതി പോകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സാങ്കേതികാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേക കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയെ കരുതി പോകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് മുഹമ്മദീയ ഉമ്മത്തിന്റെ പ്രത്യേകതയല്ല, പണ്ടേയുള്ള ശരീഅത്ത് നിയമങ്ങളിൽ പെട്ടതാണ് ഹജ്ജ്. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നുപോയി 40 വർഷം ഹജ്ജ് നിർവഹിച്ചതായി ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയുണ്ടായി, താങ്കൾക്ക് മുമ്പ് 7000 വർഷങ്ങൾക്ക് മുമ്പ് മലക്കുകൾ ഈ കഅബാലയം, ഈ വീട് പ്രദക്ഷിണം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മുഹമ്മദീയ ഉമ്മത്തിന് പ്രത്യേകമല്ല ഹജ്ജ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ടേയുള്ള ശരീഅത്ത് നിയമങ്ങളിൽ പെട്ടതാണ് ഹജ്ജ്. ചരിത്രത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നു, ഹജ്ജ് ചെയ്തിട്ടല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം ഒരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല. ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാത്ത മുഴുവൻ ചരിത്രകാരന്മാരും പറയുന്നത്. ചിലർ ഹൂദ് നബിയെയും സ്വാലിഹ് നബിയെയും ഒഴിവാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഹൂദ് നബിയും സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവർ രണ്ടുപേരും ഹജ്ജ് ചെയ്തിട്ടില്ലെന്നാണ്. ഹജ്ജ് എപ്പോൾ നിർബന്ധമായി എന്ന കാര്യത്തിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിജറ 6-ാം വർഷത്തിലാണെന്നാണ് പ്രബലമായ അഭിപ്രായം. ഹജ്ജ് നിർബന്ധമാണെന്ന കാര്യം അനിഷേധ്യമാം വിധം ദീനിൽ അറിയപ്പെട്ട കാര്യമാണ്. അതിനാൽ ഹജ്ജിന്റെ നിർബന്ധത്തെ നിഷേധിക്കുന്നവൻ കാഫിറാണ്, ദീനിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിന്റെ
പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട ആരാധനയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം. കഴിവുള്ളവൻ ഹജ്ജ് നിർവഹിച്ചില്ലെങ്കിൽ അവനിൽ ഇസ്ലാം പൂർത്തിയാവുകയില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ താക്കീത്, ഇതിന്റെ ഗൗരവം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എല്ലാ കഴിവുകൾ മേടിച്ചിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ ഇസ്ലാം പൂർത്തിയാവുകയില്ലെന്നതിന്റെ ഗൗരവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൻ അലി റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹ് വലം യഹുജ്ജ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്രാനിയൻ. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ മലക സാദൻ, ഒരാൾ ഭക്ഷണത്തെ ഉടമയാക്കിയാൽ, വറാഹിലത്തൻ, വാഹനത്തെയും, യുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹ്, കഅബ ഷരീഫിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ വാഹനം, ഭക്ഷണം, ഇവ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഉടമയാക്കി കഴിഞ്ഞാൽ, വലം യഹുജ്ജ, എന്നിട്ട് അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ, ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ ഔ നസ്രാനിയ, അവൻ ഹജ്ജ് ചെയ്യാതിരിക്കുന്ന പക്ഷം അവൻ ജൂതനോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ലെന്നോ ബഹുമാനപ്പെട്ട തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? ഒരാൾക്ക് കഅബ ഷരീഫ് വരെ എത്തിച്ചേരാൻ ആവശ്യമായ വാഹനം, ഭക്ഷണം, മറ്റു സൗകര്യങ്ങൾ എല്ലാം ലഭ്യമായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്ന പക്ഷം അവൻ ജൂതനോ നസ്രാനിയോ ആയി മരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്ന് ബഹുമാനപ്പെട്ട തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പോൾ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഗൗരവമാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റ് ആരാധനകളെ അപേക്ഷിച്ച് കൂടുതൽ ത്യാഗം ആവശ്യമായ ഒരു ഇബാദത്താണ് ഹജ്ജ്. നിസ്കാരത്തിൽ ശാരീരികമായ അധ്വാനവും മനസാന്നിധ്യവും നാം വിനിയോഗിക്കുന്നു. നോമ്പിലാവട്ടെ ശാരീരിക അധ്വാനമാണ് പ്രധാനം. സക്കാത്തിൽ ധനം ചിലവഴിക്കലാണ് മുഖ്യം. എന്നാൽ ഹജ്ജിൽ ശാരീരിക ത്യാഗം, ധനവ്യയം, മാനസിക സമർപ്പണം എന്നിവ ഒരുമിച്ച് വരുന്നു. ശാരീരികമായ ത്യാഗമുണ്ട്, ധനം ചെലവഴിക്കണം, മാനസിക സമർപ്പണങ്ങൾ വേണം. ഇത് മൂന്നും കൂടെ ഒരുമിക്കുന്നതാണ് ഹജ്ജ്. ഇവ മൂന്നും ഒന്നിച്ച് ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരു ആരാധനയും ഇസ്ലാമിലില്ല. മറ്റ് ആരാധനകൾക്കൊന്നും പ്രഖ്യാപിക്കപ്പെടാത്ത മഹത്തായ ഫലങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും ഹജ്ജിന് ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം,
عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم الحج المبرور ليس له جزاء إلا الجنة. മബ്രൂറായ ഹജ്ജിന്, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അനാവശ്യവും പാപവും കലരാത്ത ഹജ്ജ് നിർവഹിച്ചാൽ, അനാവശ്യമോ പാപമോ കലരാത്ത ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച നാളിലെ വിശുദ്ധി പോലെ പാപങ്ങളിൽ നിന്ന് വിമുക്തമാകുന്നതാണെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മബ്രൂറായ ഹജ്ജ് ചെയ്താൽ ഒരു അനാവശ്യവും പ്രവർത്തിച്ചില്ല, ഒരു പാപവും അവന്റെ പക്കൽ നിന്നുണ്ടായില്ല ഹജ്ജ് വേളയിൽ. അങ്ങനെ അവൻ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിനം പോലെ പരിശുദ്ധനായിരിക്കും അവൻ. എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ വിമുക്തനാണ്. കണ്ടോ, ഹജ്ജിന്റെ ശ്രേഷ്ഠതയാണത്. ഇത്ര ശ്രേഷ്ഠത മറ്റ് ഇബാദത്തുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. മറ്റൊരു ഹദീസിൽ عن عمرو بن العاص رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, وأن الحج يهدم ما كان قبله. ഹജ്ജ് കർമ്മം അതിനു മുമ്പ് വന്നുപോയ സർവ പാപങ്ങളും തകർത്തു കളയുന്നതാണ്. ഹജ്ജിന് മുൻപ് അവനിൽ നിന്ന് സംഭവിച്ച സർവ പാപങ്ങളെയും തകർത്തു കളയുന്നു എന്നൊരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം ഇബ്നു ഹുസൈമ പോലത്തെ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹദീസുകളിൽ മറ്റ് ആരാധനകൾക്കില്ലാത്ത പുണ്യങ്ങൾ ഹജ്ജിന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കും നമ്മിൽ നിന്ന് വേണ്ടപ്പെട്ടവർക്കും നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്തവർക്കൊക്കെ വിദൂരമല്ലാത്ത ഭാവിയിൽ മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.